പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്നും വരുന്നത്. സിദ്ദീഖിനെ സംബന്ധിച്ചോളം ഇടക്കാല ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ബലാത്സംഗ കേസിൽ നടന് ഇടക്കാല സംരക്ഷണം. സുപ്രീം കോടതി ഗ്രാൻഡ്സ് ഇന്ററിം പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയിൽ നിന്നും വരുന്നത്. ഇടക്കാല സംരക്ഷണമാണ്, 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഇപ്പോൾ സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. ബി ബാലഗോപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ബാലു, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ എന്താണ് സിദ്ദീഖിന് വേണ്ടി മുഗൾ റോത്തക്കി വളരെ മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതി മുൻപാകെ ചൂണ്ടിക്കാട്ടിയത്? പ്രധാനപ്പെട്ട കാര്യം നിരീക്ഷണമായി എന്തൊക്കെയാണ് മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആശ്വാസം അനുവദിക്കാൻ ഇടയാക്കിയ സാഹചര്യം? ബാലു, ഈ വളരെ ഹ്രസ്വമായ ഒരു വാദം കേൾക്കലായിരുന്നു ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നിരുന്നത്. സുപ്രീം കോടതി ഈ കേസിൽ ഏറ്റവും പ്രധാനമായും കേട്ടിരുന്നത് ഈ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ എന്നതായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേസിലെ എതിർകക്ഷികൾക്ക്, അതായത് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ അതിജീവിതയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നോട്ടീസ് അയച്ചതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കാൻ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാലയളവിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ ഈ അഭിഭാഷകർ പറയുന്നുണ്ട്. സിദ്ദീഖിന്റെ അഭിഭാഷകർ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചത് ഇടക്കാല ജാമ്യം എന്നതാണ്. അതായത് ജാമ്യം ഉണ്ടാകുകയാണെങ്കിൽ, സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ കാലയളവിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിചാരണ കോടതിയിൽ നിന്ന് നിശ്ചയിക്കുന്ന ഉചിതമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുമെന്നാണ് സിദ്ദീഖിന്റെ അഭിഭാഷകർ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. കാരണം കേസിൽ നോട്ടീസ് അയക്കുകയും അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് വരെ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുമാണ് സർക്കാർ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം ലഭ്യമാകുന്നതിൽ മാത്രമാണ് ഇതൊരു ഇടക്കാല സംരക്ഷണമാണോ അതൊരു ഇടക്കാല ജാമ്യമാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോൾ ഈ കേസ് പരിഗണിക്കുമെന്ന് അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? കാരണം സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം നോട്ടീസ് അയക്കുന്നു. ഈ അതിജീവിത ഇരയിൽ നിന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ 2 ആഴ്ചക്കുള്ള ശേഷമുള്ള ആ പരിഗണന അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അങ്ങനെയെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും. ഇന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ സംസാരിച്ചിരുന്നത്. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഇതിൽ ഈ പരാതി നൽകുന്നതിനുള്ള ഒരു കാലതാമസം, അതായത് 2016 സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഈ പരാതി നൽകുന്നതിൽ ഇത്ര കാലം താമസം ഉണ്ടായതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയോടും അതുപോലെ തന്നെ അതിജീവിതയുടെ അഭിഭാഷകയോടും സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരും ആവർത്തിച്ചാരാഞ്ഞത്. ഇതിനു പുറമെ മറ്റൊരു സുപ്രധാനമായ ഒരു ചോദ്യം കൂടി സുപ്രീം കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. അതായത് ഈ AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ സിദ്ദീഖ് എന്ന ചോദ്യമായിരുന്നു ഇന്ന് കോടതി ഈ സംസ്ഥാനത്തിനോടും അതുപോലെ തന്നെ അതിജീവിതയോടും ഒക്കെ ചോദിച്ചിരുന്നത്. സംസ്ഥാനം പറഞ്ഞിരുന്നത് ഈ കേസിൽ സിദ്ദീഖിനെതിരെ ശക്തമായ തെളിവുകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ ഈ പരാതിയിലെ കാലതാമസം ഒരു വലിയ കാലതാമസമായി കരുതാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. കാരണം 2016 അതിജീവിത ഒരു തുടക്കക്കാരിയായിരുന്നു, പിന്നീടായിരുന്നു അന്ന് ആ പരാതിയുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ ചലച്ചിത്ര രംഗത്ത് തന്നെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പരാതി നൽകുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായതെന്നാണ് സർക്കാർ വാദിച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 27ഓളം ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊരു വലിയ പ്രതിസന്ധിയാണെന്നും സംസ്ഥാനം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇതേ സമാനമായ രീതിയിൽ പീഡന പരാതികളും മറ്റും ഉയരുന്നുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നത്തെ ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സിദ്ദീഖിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ആശ്വാസകരമാകുന്ന സുപ്രധാനമായ കൃത്യമായ സംസ്ഥാന സർക്കാരിന്റെ ഈ വശങ്ങൾ, കാരണം ഈ കേസിന്റെ ഗൗരവം, ഈ അതിജീവിത ഉയർത്തിയ പ്രധാനപ്പെട്ട ആശങ്കകൾ മാത്രമല്ല ഈ കേസിനെ
കേസിനെ എങ്ങനെയാണോ SIT സമീപിച്ചത്, ഇക്കാര്യങ്ങളൊക്കെ മാത്രമല്ല ഹൈക്കോടതി ഈ കേസിന്റെ കാലതാമസം സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ കേസ് വൈകിയ സാഹചര്യം, വൈകാരികമായും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം അങ്ങനെയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവിടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി ഇത് തള്ളുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ വസ്തുതകൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനായോ? വളരെ വിശദമായ ഒരു വാദം കേൾക്കൽ ഇന്ന് കോടതിയിൽ ഉണ്ടായില്ല. കാരണം ഏതാണ്ട് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത് തന്നെ ഒരു 1.25 ശേഷമാണ്. ഈ 63ാമത്തെ കേസായി 62ാമത്തെ കേസായിട്ടായിരുന്നു ഇത് കോടതിയിൽ വന്നിരുന്നത്. തുടർന്ന് വിശദമായ ഒരു വാദം കേൾക്കൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്ന് വളരെ ഹ്രസ്വമായ ഒരു വാദം കേൾക്കൽ മാത്രമായിരുന്നു കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന്റെ കേസിലെ പൂർണ്ണമായ രൂപം ഈ അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർക്ക് കൃത്യമായ സമയം ലഭിച്ചില്ല എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. ഏതായാലും സുപ്രീം കോടതി ഈ കേസ് വിശദമായി തന്നെ ഇനി കേൾക്കുന്നതായിരിക്കും. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ വിശദാംശങ്ങളും മറ്റും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയെ അറിയിക്കുവാനാണ് സാധ്യത. ബാലു, അവിടെയാണ് ഈ ജാമ്യം എന്നുള്ള കാര്യത്തിൽ അത് പൂർണ്ണമായ ഒരു എന്താണ് അതിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ എന്തായാലും വിശദമായിട്ടുള്ള ഈ ഉത്തരവ് വരണം. എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞുവല്ലോ സുദീഖിന്റെ അഭിഭാഷകൻ അങ്ങനെ വാദിക്കുന്നു ഇതൊരു ഇടക്കാല ജാമ്യമാണ്, അതല്ല സർക്കാരിന് വേണ്ടിയുള്ള അഭിഭാഷകർ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറഞ്ഞ ഇടക്കാല സംരക്ഷണം, അക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. മറ്റേത് ഒരു വലിയ സാങ്കേതിക വിഷയമാണ്. കാരണം സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് സർക്കാരിന്റെ അഭിഭാഷക വൃത്തങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ അവിടെ നൽകുന്നതിന് കഴിയില്ല. മറിച്ച് ഇന്ററിം പ്രൊട്ടക്ഷൻ അല്ല, ഒരു ഇടക്കാല ജാമ്യം അവിടെ നൽകാൻ വേണ്ടി കഴിയില്ല എന്നാണ് സർക്കാർ അഭിഭാഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കേസിൽ നിലവിൽ 2 ആഴ്ചയ്ക്ക് ശേഷം കേൾക്കും. അതുവരെ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞു എന്നതാണ് ഈ സർക്കാർ അഭിഭാഷകരും മറ്റും പറയുന്നത്. കോടതിയിലുണ്ടായിരുന്ന ഈ സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ വാദം എന്നാൽ ഇതൊരു ഇടക്കാല ജാമ്യമാണ് എന്നതാണ്. സിദ്ദിഖിനെ ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയ പല കാര്യങ്ങളുമൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവർക്ക് തടസ്സമില്ല. അങ്ങനെ വരികയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്താൽ നേരത്തെ മുകേഷിനെയും അതുപോലെ തന്നെ ഇടവേള ബാബുവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു ജാമ്യത്തിൽ വിട്ടതുപോലെ വിടാം. അങ്ങനെ വിടുകയാണെങ്കിൽ ട്രയൽ കോർട്ട് തീരുമാനിക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ആ ജാമ്യം നൽകണമെന്നതാണ് ഇന്നത്തെ ഉത്തരവിലുള്ളതെന്നാണ് ഈ സിദ്ദിഖിന്റെ അഭിഭാഷകരും മറ്റും പറയുന്നത്. അക്കാര്യത്തിൽ ഒരു അവ്യക്തത യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾക്ക് വിശദമായിട്ട് സർക്കാരിന് കൂടുതൽ ഇടപെടാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സമയം കൂടി ലഭിക്കും എന്ന വിശ്വാസമാണോ ഉള്ളത്? കാരണം ഇന്ന് അധിക കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടില്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം. അങ്ങനെയുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ആയാലും അതിജീവിതം സംബന്ധിച്ചോളം ആയാലും ഈ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി സുപ്രീം കോടതിക്ക് മുൻപാകെ വെക്കാൻ കഴിയുമെന്ന ഒരു സമയക്രമം കൂടി നിശ്ചയിക്കപ്പെടുകയാണോ? അങ്ങനെ ഒരു സമയക്രമം, അത് സ്വാഭാവികമായും ആ സമയക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ 2 ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്നായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അടുത്ത ആഴ്ച സുപ്രീം കോടതി പൂജാ അവധിക്കായി അടയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം 1 ആഴ്ച പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്ന് ദീപാവലി അവധിക്കായി സുപ്രീം കോടതി അടയ്ക്കുകയാണ്. ഫലത്തിൽ ഏതാണ്ട് നവംബർ മധ്യത്തിന് ശേഷം അല്ലെങ്കിൽ നവംബർ 2ാം വാരത്തിന് ശേഷമാണ് ഇനി സുപ്രീം കോടതി പൂർണ്ണ തോതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനിടയിൽ ഒരു ഒരാഴ്ച ഉണ്ട്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇനി അറിയേണ്ടതായുള്ളത്. സ്വാഭാവികമായും ഈ പെട്ടെന്ന് ഈ ഹൈക്കോടതി ഉത്തരവ് അതിനെതിരെ സിദ്ദിഖ് നൽകിയ ഹർജി തള്ളാത്ത സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ കേസിൽ വിശദമായൊരു വാദം കേൾക്കൽ നടക്കുക എന്നതാണ്. സംസ്ഥാന സർക്കാരും അതിജീവിതയും സത്യവാങ്മൂലം നൽകും. അതിനൊരു മറുപടി സത്യവാങ്മൂലം സിദ്ദിഖിന്റെ അഭിഭാഷകർ നൽകും. അതിനൊക്കെ കോടതി സമയം അനുവദിക്കുന്നതായിരിക്കും. ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി ഈ കേസിൽ സുപ്രീം കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുക. അത് എപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും അതുവരെ ഈ ഇടക്കാല സംരക്ഷണം തുടരുവാനാണ് സാധ്യത. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകി.